ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുട്ടികളെ തരാം, പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്ക് ചെയ്തു തരാന്ന് പറഞ്ഞ കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തതാ. ആ വീടും പറമ്പും ഞാൻ എന്റെ ഭാര്യ ശ്യാമയുടെ പേരിൽ എഴുതി വെച്ചു. ഇനി അവരെ എന്ത് ചെയ്യണമെന്നുള്ളത് നീയായിട്ടൊന്ന് സംസാരിച്ചിട്ടാവാന്ന് വെച്ചു. അതാണല്ലോ ഒരു നാട്ടുമര്യാദ. ദേ, എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നീ ഒരു ചുക്കും ചെയ്യില്ല. ചെയ്യാൻ നിനക്ക് പറ്റില്ല. കാരണം നീ ആ പിള്ളേരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ആപത്ത് വരുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. എന്താ എന്താ നിനക്ക് വേണ്ടേ? വേണ്ടത് എനിക്കല്ല, വേറൊരാൾക്കാ. നിനക്ക് വേണ്ടി കോടികൾ ഇറക്കിയ ഒരാള്. ഞാൻ ഫോൺ കൊടുക്കാം. രോഹിത്, ഇത് ഞാനാടാ, ഉപേന്ദ്രൻ. കുട്ടികളെ ജീവനോടെ തിരിച്ചു വേണമെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഇടപാടുകൾ ശരിയാക്കണം. എന്ത് ഇടപാട് ശരിയാക്കണമെന്ന്? അപ്പോഴേക്കും നീ അതങ്ങ് മറന്നോ? നിന്നെ വിശ്വസിച്ച് ഞാൻ കാശിറക്കി വാങ്ങിയ ആ വീടും പറമ്പും എന്റെ പേരിൽ നീ തിരിച്ചെഴുതി തരണം. അത് ഞങ്ങളെ ചതിച്ച് വാങ്ങിയതല്ലേ. ചെറിയൊരു ചതിയിലൂടെ ഞാനതങ്ങ് തിരിച്ചു വാങ്ങിയെന്ന് വിചാരിച്ചാ മതി. അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളുടെ കാര്യം നീയൊക്കെ അങ്ങ് മറന്നേക്ക്. എടോ, ഞാൻ അവരങ്ങ് തീർത്തേക്കാൻ പോവാ. എന്നെ നിനക്കറിയാമല്ലോ, ചെയ്യാൻ പറ്റുന്നതേ ഞാൻ പറയൂ, പക്ഷെ അത് ചെയ്ത് കാണിക്കുകയും ചെയ്യും. നിങ്ങളോട് ചതി കാണിച്ചത് ഞാനാ. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ കുട്ടികളെ ഉപദ്രവിക്കരുത്. നിനക്ക് ആ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ നീ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങൾ തരുന്ന ഡോക്യുമെന്റിൽ ഒപ്പിട്ട് തരണം. എടോ, എന്നാലേ ആ കുട്ടികളെ നീ ജീവനോടെ കണി കാണൂ. അവൻ വരും. വരണം, വന്നേ പറ്റൂ. അമ്മ ഒരു മിനിറ്റ്. സുസ്മിതയാണോ വിളിച്ചത്? രോഹിത് അല്ല, നമ്മുടെ കുട്ടികൾ അവിടെ ഉണ്ടെന്നാണോ? അതൊക്കെ വന്നിട്ട് പറയാം. രോഹിത്, ഈശ്വര, എടാ, ഓവർഡോസ് ഒന്നും അല്ലല്ലോ. മൂക്കിന്റെ തുമ്പത്തൊന്ന് കാണിച്ചോളൂ. അപ്പോഴേക്കും രണ്ടും തളർന്നു വീണു. അനക്കമില്ല, അതാ ചോദിച്ചത്. രണ്ടും പൊട്ടന്മാരാ. അവന്മാരെ വെട്ടിച്ച് ആ പിള്ളേര് കടന്നു കളഞ്ഞിട്ടുണ്ടാവും. വിളി വരേണ്ട സമയം കഴിഞ്ഞു. അല്ല, ഇതുങ്ങളെ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? അത് പറഞ്ഞില്ലായിരുന്നോ? ഇല്ല. ആ, വിളിച്ചു ചോദിക്കാം. അവന്മാരാ? എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതല്ല, ഇതുങ്ങളെ എങ്ങോട്ടേക്കാ കൊണ്ടുവരേണ്ടത്? മണിമല എസ്റ്റേറ്റിലേക്ക്. അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ശരി, ഓക്കെ, ഞങ്ങളിതാ എത്തി. ഓപ്പറേഷൻ സക്സസ്. കുട്ടികളെ അവന്മാര് പൊക്കിയിട്ടുണ്ട്. എടാ, മണിമല എസ്റ്റേറ്റിലേക്കാ കൊണ്ടുപോകേണ്ടത്. ഈ മണിമല എസ്റ്റേറ്റ് കുറെ ദൂരെ ഇല്ലേ? അതും കാട്. അതെ, അതാണല്ലോ സേഫ്. എന്തിനാ അത്രയും ദൂരം പോകുന്നത്? രണ്ട് പൊടിക്കുഞ്ഞുങ്ങളല്ലേ, ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഒളിപ്പിച്ചാ പോരെ? പൊടിക്കുഞ്ഞുങ്ങള്.
ആറ്റം ബോംബുകളാ രണ്ടും. ചുറ്റും കാടാവുമ്പോ അടങ്ങി ഒതുങ്ങി കിടന്നോളൂ. ഇല്ലെങ്കി അവര് നാടറിയിക്കും. മാത്രമല്ല, കുട്ടികളെ കാണാതായ ശാലിനിയും വിഷ്ണു സംശയിക്കുന്ന നമ്മളെ ആയിരിക്കും. നമ്മളെ തേടി വരികയും ചെയ്യും. ഈ മണിമല എസ്റ്റേറ്റ് ആവുമ്പോ അതത്ര പെട്ടെന്ന് അവരുടെ കണ്ണിപ്പെടില്ല. എന്റെ കുട്ടികളെവിടെ? എവിടെയാ നീയൊക്കെ അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പറയാൻ? ഒന്ന് അടങ്ങടാ. എന്റെ രോഹിത്തെ, ഇത്രയ്ക്ക് വീര്യം കാണിക്കാൻ നീ വടക്കമ്പാട്ടിലെ ചന്തമൊന്നുമല്ലല്ലോ. നീ എന്നെ ചന്തമാക്കരുത്. ഇത് താക്കീതല്ല, നിനക്കൊക്കെയുള്ള മുന്നറിയിപ്പാ. കുത്തുവിളക്കിന് പിന്നിൽ നിന്നും കുത്തും എന്നുള്ള മുന്നറിയിപ്പ് എന്ന് തെളിച്ച് പറയടാ. നിന്റെ മുമ്പിൽ പാൽപായസം വെച്ച് നീട്ടുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞതാ ഇവൻ തിരിഞ്ഞു കൊത്തുവന്ന്. പക്ഷേ ഇവരാരും കേട്ടില്ല. നീ കൊത്തി, നല്ല അന്തസ്സായിട്ട് കുത്തി. അപ്പൊ പകരം ഞങ്ങളൊരു തടയിട്ടു. ആ തടയാടാ ആ പിള്ളേര്. പറയോ എവിടെ അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? രോഹിത്തെ, കൈയ്യടാ. പറയണോ? രോഹിത്, തൊട്ടു പോരുത്. മാറി നിക്ക്. നീ ഇപ്പോഴും ഞങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലല്ലേ രോഹിത്തെ? കഷ്ടം. കുട്ടികളെ തരാം, പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്ക് ചെയ്തു തരാന്ന് പറഞ്ഞ കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് ചെയ്തതാ. ആ വീടും പറമ്പും ഞാൻ എന്റെ ഭാര്യ ശ്യാമയുടെ പേരിൽ എഴുതി വെച്ചു. എങ്കിൽ നീ ആ കുട്ടികളെ ഇനി ജീവനോടെ കാണില്ല. ഭാര്യയായിട്ട് മാത്രം കഴിഞ്ഞാൽ മതി. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. ഞാനായിട്ട് തന്നെ ഒപ്പിച്ചു വെച്ചതെല്ലാം ഞാനായിട്ട് തന്നെ തീർക്കും. ഒപ്പം നിങ്ങളെ. രോഹിത്തെ, കുട്ടികളിപ്പോഴും ഞങ്ങളുടെ കയ്യിലാ. വിടാൻ മാറ്. നിങ്ങൾ ഇനി ഈ ഭൂമിയിൽ വേണ്ട. രോഹിത്തെ, രോഹിത്തെ, എന്താ നിന്റെ ഉദ്ദേശം? എടീ, കുട്ടികൾ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലാ. എന്ത് വേണമെന്ന് എനിക്കറിയാടി. ഞാൻ പറഞ്ഞില്ലടോ ഇവ കുഴപ്പമുണ്ടാക്കുന്നു. ചത്തോ? ചത്താ കുഴിച്ചിടും. ഊരും പേരും ഇല്ലാതെ ഭൂമിക്കടി പോകുന്ന അനാഥ പ്രതങ്ങൾക്കൊപ്പം ഒന്നുകൂടെ കൂടും. അത്ര തന്നെ.